ഹായ് എവരി വൺ. നമ്മളിതുവരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതുവരെ എന്തൊക്കെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ IRL QRL നോക്കി, പിന്നെ നമ്മൾ ലിക്വിഡിറ്റി നോക്കി, തന്നെ നമ്മൾ FVG നോക്കി, ഓർഡർ ബുക്ക് നോക്കി. അതിനു മുമ്പ് നമ്മൾ പ്രീമിയം VS ഡിസ്കൗണ്ട് എന്താ നോക്കി, പിന്നെ നമ്മൾ MSS എന്താ നോക്കി, പിന്നെ നമ്മൾ BOS എന്താ നോക്കി, നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ, ഷിഫ്റ്റ് മാർക്കറ്റിൻ്റെ ഘടനകളും സ്ട്രക്ചേഴ്സും എല്ലാം നമ്മൾ മനസ്സിലാക്കി. പിന്നെ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് DRT ലെവൽ പ്ലോട്ടിംഗ് ആണ്. DRT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഫിബിനാച്ചി വെച്ച് കണ്ട് ചാർട്ടിനെ വീക്കിലി തൊട്ട് വീക്കിലും ഡെയിലിയിലും 4 ഹവറിലും പ്രീമിയം ഡിസ്കൗണ്ടും ഒക്കെ നോക്കുന്ന ഒരു പരിപാടിയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഇതെങ്ങനെ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ്. അപ്പം ഈ ഫിബിനാച്ചി റീട്രേസ്മെൻറ്റിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് നമ്മൾ യൂസ് ആക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 0 വേണം, പിന്നെ 1 വേണം, പിന്നെ 0.5 വേണം, 0.25 വേണം, 0.75 വേണം. ഇതെന്താ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, 0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ലെവൽ, 0.25 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ലെവൽ, 0.75 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ലെവൽ. സിമ്പിളാണ്. പിന്നെ 1ഉം 0ഉം ഹൈയും ലോയുമാണ്. 1ഉം 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ സെറ്റിങ്സ് ആക്കി വെക്കുക. ഇപ്പം ഞാനൊരു റിയൽ ലൈഫ് ഡേ ലൈഫ് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഐഫോൺ 13 എൻ്റെ അടുത്ത് വിൽക്കാനുണ്ട്. ഒരു ജൂലൈയിലാണുണ്ടോ ഞാൻ എനിക്ക് വാങ്ങണം. ഐഫോൺ 13 എനിക്ക് വാങ്ങണം. ബൈങ്ങിൻ്റെ കേസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഒരു ഐഫോൺ 13 എനിക്കിപ്പം വാങ്ങണം എന്നുണ്ട്. ജൂലൈയിലാണ് ഞാൻ വാങ്ങാൻ നിൽക്കുന്നത്. അപ്പം ഐഫോൺ 13ൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 35,000 രൂപയാണ്. 35,000 രൂപയാണ് ഐഫോൺ 13യുടെ പ്രൈസ്. നോക്കുക, ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയം ലെവലിലാണ് പ്രൈസ് നിൽക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട്. ഡിസ്കൗണ്ടിൽ അവർ തരാമെന്ന് പറഞ്ഞു ഷോപ്പുകാർ. ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു ഡിസ്കൗണ്ട് ലെവലിൽ 35,000 എന്നുള്ളത് ഒരു ഡിസ്കൗണ്ട് ലെവലിൽ 0.5 ഇക്വിലിബ്രിയം ലെവലിനേക്കാളും താഴ്ന്നത് എന്താണ് ഡിസ്കൗണ്ട് ആണെന്ന് നമുക്കറിയാം. ഡിസ്കൗണ്ട് ലെവലിൽ നമുക്ക് തരാമെന്ന് പറയുകയാണെങ്കിൽ 34,000 രൂപയ്ക്ക് നമുക്ക് തരാമെന്ന് പറയുകയാണ്. ബട്ട് ഞാൻ അറിയുകയാണ്, അടുത്ത മാസം സെപ്റ്റംബർ 17 ഐഫോൺ പുതിയത് ഇറങ്ങും. അപ്പം ആ പുതിയത് ഇറങ്ങുമ്പോൾ ഐഫോൺ എന്താവും, റേറ്റ് പുതിയത് വരുമ്പോൾ, വിപണിയിൽ പുതിയത് വരുമ്പോൾ, മാർക്കറ്റിൽ പുതിയത് ഇറങ്ങുമ്പോൾ റേറ്റ് പതിയെ കുറയും. ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലേക്ക് വരുന്ന ഞാൻ അറിയാണ്. ഈ 0.25 പറഞ്ഞത് ഒരു കാൽ ലെവലാണ്. ഈ കാൽ ലെവലിൻ്റെ താഴേക്ക് വരുന്ന ഞാൻ അറിയുകയാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫോൺ ഈ ഡീപ്പ് ഡിസ്കൗണ്ടിലേക്ക് വരാൻ. അപ്പോൾ ഈ ഫോൺ ഒരു 30,000 രൂപ ആവാന്ന് വെക്കുക. ഐഫോൺ 13 ഒരു 30,000 രൂപയ്ക്ക് എനിക്ക് കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കി. ഒരു 30,000 രൂപയ്ക്ക് സെപ്റ്റംബറിൽ വരും. അങ്ങനെ സെപ്റ്റംബർ വരെ ഞാൻ വെയിറ്റ് ചെയ്തു. സെപ്റ്റംബർ 30,000 രൂപയ്ക്ക് ഐഫോൺ 13 കിട്ടാനുണ്ട്. ഞാൻ എന്തായാലും വാങ്ങും. ഞാൻ എന്തായാലും വാങ്ങും. അതായത് ഒരു വ്യക്തി നല്ല ഡീപ്പ് ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ എന്തായാലും വാങ്ങും. ഡിസ്കൗണ്ടിലേറെ കുറഞ്ഞ പ്രൈസിനെയാണ് ഡീപ്പ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ 0.25ൻ്റെ താഴെ ഉള്ളതിനെയാണ് ഡീപ്പ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു വ്യക്തിയും നല്ല കുറഞ്ഞ റേറ്റിൽ സാധനം കിട്ടുമ്പോൾ എന്താവും, ഏതൊരു വ്യക്തിയും വാങ്ങും. 0.25ൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ ഒരു ഡീപ്പ് ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ വാങ്ങും. ഇതിനെയാണ് ഡീപ്പ് ഡിസ്കൗണ്ടിൽ വാങ്ങുമെന്ന് പറയുന്നത്, ഡിസ്കൗണ്ടിൽ വാങ്ങുമെന്ന് പറയുന്നത്. ഇനിയിപ്പം ഈ ഐഫോൺ തന്നെ വേറൊരു കേസ് നമ്മൾ നോക്കാം. ഈ ഐഫോൺ ഇപ്പം ഒരു 13 Pro എൻ്റെ അടുത്തുണ്ട്. 13 Proക്ക് നല്ല റേറ്റ് ഇങ്ങനെ ഒരു 40,000 രൂപയെന്ന് വെക്കാം. 13 Pro അല്ല, ഒരു 48,000 രൂപ. ഒരു 48,000 രൂപയാണ് ഇപ്പം 13 Proക്ക്. അപ്പം 13 Pro വിപണിയിൽ സാധനമില്ല. 13 Proക്ക് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 48,000 എന്നില്ല, ഒരു ഇക്വിലിബ്രിയം ലെവലാണ് കേട്ടോ 48,000. അപ്പം എൻ്റെ അടുത്ത് സാധനം ഉണ്ട് 48,000 രൂപക്ക്. അപ്പം ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്യാമറയൊക്കെ അടിപൊളിയായതുകൊണ്ട്, ക്യാമറയൊക്കെ അടിപൊളിയായതുകൊണ്ട് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രീമിയത്തിലെത്തി, ഒരു 50,000 രൂപയിലേക്ക് എത്തി. ഒരു 50,000 രൂപയിലെത്തുമ്പോഴും ഞാൻ വിൽക്കാതെ വീണ്ടും ഹോൾഡ് ചെയ്യുക. ഇനിയും ഇത് റേറ്റ് കൂടും എന്ന് പറയാം. നമ്മൾ സ്വർണ്ണത്തിൻ്റെ ഇത് ഐഫോൺ എല്ലാവരും സ്വർണ്ണമാണെന്ന് കൂട്ടിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. സ്വർണ്ണത്തിൻ്റെ വാല്യൂ കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 58,000 രൂപ നമുക്ക് സ്വർണ്ണത്തിൻ്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ 48,000 അല്ലെങ്കിൽ 88,000 ആക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു പ്രീമിയത്തിലാണ്. ഇനിയും പ്രൈസ് കൂടുമെന്ന് ഞാൻ അറിയാണ്. വേൾഡിൽ നല്ല യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോളറിനേക്കാളും ഗോൾഡ് പൊന്തും. അതുകൊണ്ട് എല്ലാവരും ഡോളറിൽ നിന്നും എല്ലാ കറൻസിയിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലേക്ക് മാറ്റും. സേഫ് ഗോൾഡ് ആണെന്ന് ഞാൻ അറിയുകയാണ്. അപ്പം എൻ്റെ അടുത്തുള്ള ഗോൾഡ് ഇപ്പോൾ ഒരു 88,000 രൂപയുടെ ഗോൾഡ് ഹൈ പ്രൈസിലേക്ക് അങ്ങ് പൊന്തുകയാണ്. അപ്പം ഡീപ്പ് പ്രീമിയത്തിലെത്തി, ഒരു 96,000 രൂപയിലേക്ക് എത്തി ഡീപ്പ് പ്രീമിയത്തിലേക്ക്. ഇവിടെ ഞാൻ അറിയാണ് യുദ്ധമെല്ലാം അവസാനിച്ചു.
ഇനി ഗോൾഡിൻ്റെ വാല്യൂ കുറയും. ഗോൾഡ് എന്തായാലും ഇങ്ങനെ കുത്തിപ്പൊന്തി പോകില്ല. എന്തായാലും ഒരു കറക്ഷൻ എന്തായാലും വരും എന്ന് ഞാൻ അറിയുകയാണ്. അങ്ങനെ ഞാൻ 96,000 രൂപയ്ക്ക് ഡീപ്പ് പ്രീമിയത്തിലെത്തുമ്പോൾ വിൽക്കുന്നതിനെയാണ് ഡീപ്പ് പ്രീമിയത്തിൽ ഞാൻ വിറ്റു എന്ന് പറയുന്നത്. ഇതിനെയാണ് DRT ലെവൽ എന്ന് പറയുന്നത്. ഇത് ചാർട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ DRT ലെവൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഡേയിലും വീക്കിലും 4 ഹവറിലൊക്കെയാണ് മെയിനായിട്ട് DRT ലെവൽ പ്ലോട്ട് ചെയ്ത് കണ്ട് ട്രേഡിങ്ങിൻ്റെ ഇത് നോക്കാറ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗോൾഡിൻ്റെ ഒരു കേസ്, ഗോൾഡിൻ്റെ ചാർട്ടാണിത്. ഗോൾഡിൻ്റെ ചാർട്ടിൽ ഡേ ചാർട്ടാണിത്. ഡേ ചാർട്ടിൽ ഞാനൊരു DRT ലെവൽ പ്ലോട്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ പഠിച്ച ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഡെയിലി ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഡെയിലിയിൽ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ദെൻ ഇവിടെ ഡെയിലിയിൽ ഒരു സെൽസെയർ ലിക്വിഡിറ്റി സീപ്പ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഡിമാൻഡ് ഓർഡർ ബുക്ക് ഇവിടെ ഡെയിലിയിൽ ഉണ്ടായിരുന്നു. അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ചാർട്ട് ഇപ്പോൾ അപ്പ് ആവുന്നത്. ദെൻ ഇവിടെ ഒരു FEG ഉണ്ട്, ഇവിടെ ഒരു ബിയറിഷ് FEG ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു DRT പ്ലോട്ടിങ് നോക്കുകയാണെങ്കിൽ ഈ ഫിബിനാച്ചി ടൂൾ യൂസ് ചെയ്ത് കണ്ടാണ് DRT പ്ലോട്ടിങ് നോക്കുക. ഫിബിനാച്ചി ടൂള് ട്രേഡിംഗ് വ്യൂവിൽ ഇവിടെ ഈ ഫിബ് റീട്രേസ്മെൻറ്റില്ലേ, ഇത് ഞാൻ ഫേവറേറ്റ് ആക്കി വെച്ചുകൊണ്ടാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഫിബ് റീട്രേസ്മെൻറ്റ് എന്ന ടൂൾ എടുക്കുക. ദെൻ ഒരു ഹൈയിൽ നിന്ന് ഒരു ലോയിലേക്കോ ഒരു ഹൈയിലേക്കോ ആണ് ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ആക്കുക. അങ്ങനെ നമ്മൾ ഈ ഹൈയിൽ നിന്ന് ഈ ലോ വരെ ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് എടുക്കുന്നു. ഒരു ഹൈയിൽ നിന്ന് ഒരു സിംഗ് ലോയിലേക്കാണ് ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ആക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇക്വിലിബ്രിയം ലെവലാണ്. ഇവിടെ 0.5 ലെവൽ ഇക്വിലിബ്രിയം ലെവൽ. ഇവിടെ 0.25 ലെവൽ ഡിസ്കൗണ്ട് ലെവലാണ്. ഇതിൻ്റെ താഴേക്കുള്ളത് ഡീപ്പ് ഡിസ്കൗണ്ടാണ്. ഇവിടെ നിന്നൊക്കെ എനിക്ക് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങണം. ഇവിടെ നിന്നൊക്കെ ഡീപ്പ് ഡിസ്കൗണ്ടാണ്. ഇവിടെയും ഡിസ്കൗണ്ടാണ്. ദെൻ ഇവിടെ പ്രീമിയമാണ്. ഇവിടെ ഡീപ്പ് പ്രീമിയമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 0.75 ആ ലെവലിലേക്ക് എത്തിയപ്പോൾ തന്നെ മാർക്കറ്റ് ഒന്ന് ബിയറിഷ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറുതായിട്ടൊന്ന് ബിയറിഷ് ആവുന്നത്. ഈ ബിയറിഷ് ഇനി ബുള്ളിഷ് ആവും. കാരണം ഇവിടുത്തെ ബൈസൈഡ് ലിക്വിഡിറ്റി ഒക്കെ ഇവിടെ റെസ്റ്റിംഗ് ആണ്. ഈ ലിക്വിഡിറ്റി ഒക്കെ എടുക്കാൻ മാർക്കറ്റ് വരും. ദെൻ മാർക്കറ്റ് എപ്പോൾ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിൽ FVGസോ അല്ലെങ്കിൽ 1 ഹവർത്തോ 4 ഹവർത്തോ ഓർഡർ ബുക്കോ ഫെയർ വാല്യൂ ഒക്കെ അങ്ങനെ പോകുന്ന ഇടയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ബുള്ളിഷിലോട്ടാണ് ഇപ്പം മാർക്കറ്റ് പോകുന്നത്. അപ്പം അങ്ങനെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ആ ലെവലൊക്കെ മിറ്റിഗേറ്റ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷമാണ് വരിക. അപ്പം ഇവിടെ ഒരു ഡെയിലിയിൽ ഒരു FEG ഉണ്ട്. ബിയറിഷ് FEG ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെയിലിയിൽ ഒരു ബിയറിഷ് FEG ഉണ്ട്. ഈ FEG ഒറ്റ മാർക്കറ്റ് വന്ന് ഒരു 75 ലെവലിൻ്റെ അവിടെയാണ് ഈ മാർക്കറ്റ് ഒരു പ്രീമിയം ലെവലിലാണ്. ഈ പ്രീമിയം ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സെല്ലിംഗ് കാണാൻ പറ്റും. ഇതിനെയാണ് DRT ലെവൽ പ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചാർട്ടിനെ നമ്മളൊരു 1 ഹവറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ 1 ഹവറിൽ 4 ഹവറിലും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. ആ ഫെയർ വാല്യൂ ഗ്യാപ്പും എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടെ ബിയറിഷ് ആവുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ 1 ഹവറിലുണ്ട്. ഈ 1 ഹവറിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ലിക്വിഡിറ്റി സീപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു MSS കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 4 ഹവറിലൊരു FEG റേറ്റ് ആയിട്ടുണ്ട്. 1 ഹവറിലൊരു FEG റേറ്റ് ആയിട്ടുണ്ട്. ഈ 1 ഹവറത്തെ FEGയിലേക്ക് മാർക്കറ്റ് ഇവിടെ വന്നു. എന്നിട്ടാണ് മാർക്കറ്റ് ഇവിടെ ബിയറിഷ് ആവുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ലോ വരെ ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ഉണ്ട്. ഈ ഒരു ലോ വരെ ടാർഗറ്റും ഈ ഒരു ഹൈൻ്റെ ഇവിടെ വരെ നമുക്ക് SLും വെക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ദെൻ നമുക്ക് ഇതൊരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ കോൺഫ്ലുവൻസ് ആണ്. ഇത് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് ആക്കിയാൽ നമുക്ക് ഇനിയും ട്രേഡ് നമുക്ക് നോക്കാൻ കഴിയും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എവിടെ ഈ ലിക്വിഡിറ്റി സീപ്പ് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റിസൾട്ട് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ 5 മിനിറ്റിൽ ഞാൻ ഈ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തന്നെ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു 4 ഹവറിലും 1 ഹവറിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതും മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. മാർക്കറ്റ് ഒരു പ്രീമിയം ലെവലായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലിക്വിഡിറ്റി CP കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞു ലണ്ടൻ്റെ ഹൈ ആണിത്. ഈ റെഡ് ഇത് ലണ്ടൻ്റെ ലോയും ഇത് ലണ്ടൻ്റെ ഹൈയും ആണിത്. ഇതൊരു ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ആക്കുന്നത്. ലണ്ടൻ്റെ ഹൈയും ലണ്ടൻ്റെ ലോയും ഏഷ്യൻ്റെ ലോയൊക്കെ എങ്ങനെ കണ്ടെത്താൻ നോക്കാൻ ഞാൻ പറഞ്ഞുതരാം. വരും ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നുണ്ട്. ഇവിടെ ലണ്ടൻ്റെ ഹൈ ഉണ്ടായിരുന്നു. ആ ലണ്ടൻ്റെ ഹൈ സീപ്പ് ചെയ്തു. ദെൻ
ഒരു ബൈസെയർ ലിക്വിഡിറ്റി ഇവിടെ CP ചെയ്തു, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ദെൻ ഇവിടെ എന്തായി, ഇവിടെ ഒരു ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആയി. ലോവർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ആയി. ദെൻ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇതിനെയാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുക. ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബ്രേക്കർ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് ഫെയിലായ ഓർഡർ ബ്ലോക്കിനെയാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഓർഡർ ബ്ലോക്ക് അതിന് ബുള്ളിഷിലോട്ട് പോകുമ്പോൾ ഇതിവിടെ ഫെയിലായി. അപ്പോൾ ആ ഫെയിലായ ഓർഡർ ബ്ലോക്കിനെയാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബ്രേക്കർ ബ്ലോക്കും പ്ലസ് FVGും വരുമ്പോഴാണ് എൻട്രി സെറ്റപ്പ്. ഇവിടെ ഒരു 5 മിനിറ്റിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. ഞാൻ ഇതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ ഈ ലണ്ടൻ്റെ ഹൈ ചെറുതായിട്ടൊന്ന് CP ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് SL കിട്ടി. ദെൻ പിന്നെയും വീണ്ടും ഞാൻ ഇവിടെ നിന്ന് ഒരു നല്ലൊരു എൻട്രി സെറ്റപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ പ്ലാൻ ചെയ്തത് എൻട്രിക്ക്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഒരു ബ്രേക്കർ ബ്ലോക്കും ഇവിടെ കിട്ടി. പിന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഇവിടെ ഒരു 5 മിനിറ്റിൽ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. ദെൻ ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്കും ഒരു FVGും ഉണ്ട്. ഈ ബ്രേക്കർ ബ്ലോക്കിൽ നിന്നാണ് ഞാൻ എൻട്രി പ്ലേസ് ചെയ്തത്. ഞാൻ ഷോർട്ട് പൊസിഷൻ എടുത്തു. SL ഞാൻ ചെറിയൊരു SL ആണ് വെച്ചത്. 1:2 ആണ് ഞാൻ ടാർഗറ്റ് എടുത്തത്. ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഈ ലെവലിലേക്കാണ് ഞാൻ SL വെച്ചത്. ഈ ഒരു ലെവലിലേക്കൊക്കെയാണ് ഞാൻ വെച്ചത് SL. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഒരു FVGും ബ്രേക്കർ ബ്ലോക്കും ഉണ്ടായതുകൊണ്ട് ഈ ലെവലിൽ റെസ്പെക്റ്റ് ചെയ്ത് ഇറങ്ങുമെന്ന് എനിക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ട് ഞാൻ ടാർഗറ്റ് ഏകദേശം ഈ ഒരു ലെവൽ വരെയാണ് വെച്ചത്. 1:2 കൊടുത്താണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലോ വരെ എനിക്ക് ടാർഗറ്റ് ഇടാമായിരുന്നു, ഈ ലോ വരെ. ബട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറും 10 പോയിന്റ് 20 പോയിന്റ് എടുത്ത് സ്കാൽപ്പ് ചെയ്ത് കണ്ടാണ് ഇറങ്ങൽ. അങ്ങനെയാണ് ഞാൻ ഇറങ്ങൽ ഈ ഹയർ ടൈം ഫ്രെയിമിൻ്റെ കോൺഫിഡൻസ് നോക്കിയിട്ട്. അപ്പോൾ എങ്ങനെയും ചെയ്യാട്ടോ, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ അങ്ങനെയാണ് എൻ്റെ റിസ്ക് മാനേജ്മെൻ്റ് ഒന്നും സെറ്റാക്കിയിട്ടുള്ളത്. ഞാൻ ഡെയിലി 1 or 2 എൻട്രി എടുക്കുള്ളൂ. നമ്മൾ ഹൈ പ്രോബബിലിറ്റി ഉള്ള ഏരിയയിൽ നിന്ന് മാത്രമേ നമ്മൾ എൻട്രി എടുക്കാറുള്ളൂ. ഇവിടെ നമുക്കറിയാം ഒരു പ്രീമിയം ലെവലിലാണ് പ്രൈസ് കിടക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമിൻ്റെ കോൺഫിഡൻസ് നോക്കുകയാണെങ്കിൽ പിന്നെ 1 hour ഒരു ലിക്വിഡിറ്റി CP കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു 5 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ലണ്ടൻ്റെ ഹൈ CP ചെയ്തിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി CP കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 1 hourൻ്റെയും 4 hourൻ്റെയും ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ബിയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ ആണത്. പിന്നെ ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അതേമാതിരി നമുക്കൊരു FVG കിട്ടി, ഒരു ബ്രേക്കർ ബ്ലോക്ക് കിട്ടി. അവിടെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. നമ്മളൊരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ എടുത്തു. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നല്ല റിസ്ക് റിവാർഡ് റേഷ്യോയിൽ തന്നെ നമുക്ക് നല്ലൊരു വിൻ റേറ്റ് റേഷ്യോയിൽ തന്നെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ കിട്ടുമായിരുന്നു. ഇവിടുത്തെ സെൽ സ്റ്റോപ്പ് വരെയൊക്കെ ടാർഗറ്റ് ഇട്ടിരുന്നെങ്കിൽ ഈ ഒരു ലെവൽ വരെ നമുക്ക് കിട്ടുമായിരുന്നു. ബട്ട് നമ്മൾ എപ്പോഴും ഒരു 1:2 1:3 ലെവലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. നമുക്ക് മാർക്കറ്റിനെ കുറച്ച് അറിവുണ്ട് എന്ന് കരുതിയാലും നമ്മൾ വിചാരിച്ച അതേ ലെവലിലേക്ക് എപ്പോഴും മാർക്കറ്റ് റിജക്ഷനും ഇത് കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ നല്ല സ്പോട്ട് നോക്കി എൻട്രി എടുക്കുക. അതേമാതിരി നമുക്ക് സേഫായി എക്സിറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക. ഞാനിപ്പം ഇവിടുന്ന് ഇതുവരെ എൻട്രി എടുത്തു, ഈ ഒരു ലെവൽ വരെ എൻട്രി എടുത്തു. 1:2 ആണ് എടുത്തത് ഞാൻ പറഞ്ഞു. ഈ 1:2 ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷം, ഒരു പാർസൽ ബുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് ഇതുവരെയൊക്കെ എങ്ങനെയാലും ഹോൾഡ് ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യുള്ളൂ. ഞാൻ ഇപ്പോൾ എന്തായാലും എൻ്റെ ക്യാപിറ്റൽ ഏകദേശം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ. എപ്പോൾ ഞാൻ എൻ്റെ ക്യാപിറ്റൽ സേഫ് ആക്കാനാണ് ഞാൻ നോക്കുക. ഒരു ട്രേഡറുടെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആക്കാൻ നോക്കണം. ഇവിടുന്ന് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു TP1 ബുക്ക് ചെയ്യും. ഒരു 0.08 ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 0.04 ഞാൻ വിൽക്കും. ബാക്കി ഞാൻ ഹോൾഡ് ചെയ്യും. ഞാൻ ഇതുവരെയൊക്കെ ഹോൾഡ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അല്ലാതെ ഫുൾ ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡ് ചെയ്യാറില്ല. ഒരു TP1 TP2 അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യാറ്. അങ്ങനെ ട്രേഡ് എടുക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഹയർ ടൈം ഫ്രെയിമിൻ്റെ കോൺഫിഡൻസ് നോക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലോങ് ടൈമിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാതൊക്കെ ഞാൻ സ്കാൽപ്പാണ് ചെയ്യാറ്. അപ്പം ഞാൻ അങ്ങനെയാണ് ട്രേഡ് എടുക്കാറ്. അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡലിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ദെൻ ഇവിടുന്നൊക്കെ വരുമ്പോൾ പിന്നെ ഇവിടുന്ന് വേറൊരു എൻട്രി പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെയാണ് DRT പ്ലോട്ടിങ്ങിൻ്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഡീപ്പ് പ്രീമിയം ഡീപ്പ് ഡിസ്കൗണ്ടും നോക്കുന്ന ഒരു ലെവലാണ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട്. ഇത് ഡെയിലിയിലും 4 hourലും 1 hourലും ഒക്കെ നോക്കാവുന്നതാണ്. ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ ആ ലെവലിലേക്ക് എത്തുമ്പോൾ ഒരു റിജക്ഷൻ കിട്ടുമ്പോൾ ഒരു
FVG മേലെയൊക്കെ നമ്മൾ പഠിച്ചു, PDRS നമ്മൾ പഠിച്ചു. ആ PDRIൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. നമ്മുടെ എൻട്രി സെറ്റപ്പ് ഈ എൻട്രി സെറ്റപ്പിന് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കർ ബോക്ക് പ്ലസ് FVG എന്നുള്ള ഈ എൻട്രി സെറ്റപ്പിന് യൂണിക്കോൺ മോഡൽ എന്നാണ് ICT-യുടെ ഭാഷയിൽ പറയാം. യൂണിക്കോൺ മോഡൽ എൻട്രി സെറ്റപ്പാണിത്. നമ്മൾ എൻട്രി സെറ്റപ്പ് ഏതൊക്കെ തരം ഉണ്ട് നമ്മൾ നോക്കുന്നുണ്ട് വരും വീഡിയോകൾ. നമ്മളിപ്പോൾ DRT ലെവൽ എന്താണെന്ന് പഠിച്ചു, DRT ലെവൽ എങ്ങനെയാണ് ചാർട്ടിൽ അപ്ലൈ ചെയ്യുന്നത് പഠിച്ചു. ഒരു ഡെയിലിയുടെ 4 ഹവറിൻ്റെ ചാർട്ടിൻ്റെ സിങ് ഹൈ ടു സിങ് ലോ വരെ വെച്ചു. സിങ് ഹൈ ടു സിങ് ലോ വരെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്ത് ഇതാക്കുന്നതിനെയാണ് പ്രീമിയം ഡിസ്കൗണ്ടും കണ്ടെത്തി അതിൽ ഡീപ്പ് ഡിസ്കൗണ്ടും കണ്ടെത്തി ട്രേഡ് ചെയ്യുന്നതിനെയാണ് DRT ലെവൽ പ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഇത്ര സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളാണ്. ഡീലിംഗ് റേഞ്ച് തിയറിയുടെ ഡെഫിനിഷനോടെ നമുക്ക് നോക്കാം. ഡീലിംഗ് റേഞ്ച് തിയറി ഈസ് എ കോൺസെപ്റ്റ് ഫ്രം ടെക്നിക്കൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. Specifically in the context of trading strategies, the theory is focused on understanding market movements within the defined price ranges for a particular trading period. Because the dealing range is the range bi-weekly as significant high and low within a specific time period. നമ്മൾ കാണിച്ചു തന്നതുപോലെ തന്നെ ബൈ-വീക്കിലിയിലോ ഡെയിലിയിലോ 4 hour ലോ ഒരു ഹൈയിൽ നിന്ന് ഒരു ലോയിൽ ഒരു പ്രത്യേക ടൈം പീരീഡ് വെച്ചിട്ട് ഒരു ഹൈയിൽ നിന്ന് ഒരു ലോ വരെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിൻ്റെ ഹൈയും ലോയും പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് DRT ലെവൽ പ്ലോട്ടിംഗ് എന്ന് പറയുന്നത്, ഡീലിംഗ് റേഞ്ച് തിയറി എന്ന് പറയുന്നത്. ഇതിനെയാണ് ഡീലിംഗ് റേഞ്ച് തിയറി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞു ഡീപ്പ് ഡിസ്കൗണ്ട്, ഡീപ്പ് പ്രീമിയം, അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. നമ്മൾ പ്രീമിയം VS ഡിസ്കൗണ്ടിൽ നമ്മൾ നോക്കിയിരുന്നു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെയാണ് ഇത് ഇതാക്കുക. ഇതിപ്പം ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ട്രേഡ് വേയിൽ എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക്, എവിടെയാണെന്ന് അറിയാത്തവർക്ക് ഇവിടെ ഈ ട്രേഡ് വേയിൽ ഈ സെറ്റിങ്സിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫേവറേറ്റ് ആക്കി വെക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾക്ക്. ഈ DRT പ്ലോട്ടിങ്ങിന് വേണ്ടി യൂസ് ആക്കാനും വേണ്ടി ഉള്ള സെറ്റിങ്സ് ഞാൻ ഒന്നുപാടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 0.1 0.5 equilibrium, 0.25 കാൽ ഭാഗം, 0.75 മുക്കാൽ ഭാഗം. ഇങ്ങനെയാണ് സെറ്റിങ്സ് വേണ്ടത് DRT പ്ലോട്ടിങ്ങിന്. ഇവിടെ 1ഉം 0 ഹൈയും ലോയും, ഇത് മുക്കാൽ, ഇത് കാല്, ഇത് 0.5 നമ്മൾ പഠിച്ചതാണ് എക്വിലിബ്രിയം ലെവൽ. ഇങ്ങനെയാണ് DRT ലെവൽ ഇതാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ നോക്കാണ്ട്. ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്, പിന്നെ ബ്രേക്കർ ബോക്ക് നമ്മൾ നോക്കിയിട്ടില്ല, പിന്നെ നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ്, പിന്നെ എൻ്റെ ഒരു 1 വീക്കത്തെ ട്രേഡിങ് ഞാൻ കാണിച്ചു തരാം. എവിടുന്നൊക്കെയാണ് ഗോൾഡിൽ ഞാൻ എവിടുന്നൊക്കെയാണ് ട്രേഡ് എടുത്തത് എന്ന് ഈ വീക്കത്തെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഈ ഒരു തിങ്കൾ മുതൽ വെള്ളി വരെ. തിങ്കൾ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല, ചൊവ്വ ബുധൻ വ്യാഴം ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഇതുവരെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. ഞാൻ ഒന്നാമത് എന്താ വെച്ചാൽ ക്ലാസ്സിൻ്റെ തിരക്കും പിന്നെ വേറെ കുറേ കാര്യങ്ങളും കുറേ തിരക്കിലൊക്കെ ആയിരുന്നു ഇന്ന്. ഇപ്പം ഉച്ചക്കാണൊന്ന് ഫ്രീ ആവുന്നത്, അപ്പോഴാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ദെൻ ഇവിടെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. ഇവിടുന്ന് നല്ല 2 സെറ്റപ്പ് ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ മാർക്കറ്റിലില്ലായിരുന്നു, ട്രേഡ് ഞാൻ എടുത്തിട്ടില്ല. ദെൻ ഞാൻ ന്യൂയോർക്കിലെങ്ങാനും കിട്ടുകയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും. ഞാൻ മെയിനായിട്ട് ലണ്ടനിലും ന്യൂയോർക്കിലുമാണ് മെയിനായിട്ട് ട്രേഡ് എടുക്കാറ്. ദെൻ ഏഷ്യയിൽ ഞാൻ കുറവാണ് ഞാൻ ട്രേഡ് എടുക്കാറ്. ലണ്ടനും ന്യൂയോർക്കാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിപ്പം ഇന്ന് ന്യൂയോർക്ക് ടൈമിലോ അല്ലെങ്കിൽ ലണ്ടൻ ക്ലോസിൻ്റെ ടൈമിലോ ന്യൂയോർക്ക് PM കിട്ടുകയാണെങ്കിൽ ഞാൻ നോക്കും, എൻട്രി നോക്കട്ടെ. ഞാൻ ഉണ്ടെങ്കിൽ അതും പാടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ.